നമ്മളൊക്കെ ഒരു യൂസ്ഡ് കാറിൻ്റെ വില കേൾക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായും നമ്മൾ പറയാറുണ്ട് അതിൻ്റെ പ്രൈസ് കൂടുതലാണല്ലോ എന്ന്. ഈ പ്രൈസ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു യൂസ്ഡ് കാറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ കാറിൻ്റെ പ്രൈസ് നോക്കിയിട്ട് അതിൽ ഇത്ര കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ചും കണ്ടിട്ടുള്ളതല്ല അതിൻ്റെ റേറ്റ്. ആ വണ്ടിക്ക് ചിലപ്പം എന്തുണ്ട് അതിൻ്റെ കിലോമീറ്റർ, അതേപോലെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ, ക്ലൈം ഹിസ്റ്ററി ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിൻലി ഇപ്പോൾ ഒരേ മോഡലിലും എന്താ പറയുക, ഒരേ മോഡലിൽ നിൽക്കുന്ന വണ്ടിയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ കണ്ടീഷന് വേറെ വേറെ ആയിരിക്കും, പക്ഷേ കിലോമീറ്റർ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവിടെ തന്നെ എന്താവും, പ്രൈസിൽ മാറ്റം വരും. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമ്മളെ പ്രൈസ് നമുക്ക് എപ്പോഴും വേർത്താണോ നോക്കണം. നമ്മൾ ചിലപ്പോൾ ഈ OLX ഒരുപാട് നിങ്ങൾ റേറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും, പക്ഷേ അത് ആക്ച്വലി കറക്റ്റ് റേറ്റ് ആയിരിക്കില്ല. അതിന് കറക്റ്റായിട്ടും ആപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് എന്തായാലും ഉണ്ടാവും. ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എന്താക്കാൻ പാടുള്ളൂ, ഒരു യൂസ്ഡ് കാറിൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യും. ഈ പ്രൈസ് ചില വണ്ടിക്ക് എന്താവും, പ്രൈസ് ചിലപ്പോൾ എന്താവും കൂടുതൽ ചോദിക്കുന്നുണ്ടാവും, ചില വണ്ടി പ്രൈസ് ചീപ്പായിരിക്കും. പക്ഷേ ചീപ്പാണെന്ന് വിചാരിച്ചും കണ്ട് അതിൽ പോയി വീഴുകയും ചെയ്യരുത്. കാരണം ആ വണ്ടിക്ക് എന്തുകൊണ്ടാണ് വില കുറഞ്ഞതെന്നുള്ളതും കൂടെ അന്വേഷിക്കണം. അതെന്തുകൊണ്ടാണ് അത്ര വില കുറവ് വരാൻ കാരണം നമ്മൾ നോക്കണം. പിന്നെ അതേപോലെ പ്രൈസ് കൂടുതലാണെന്ന് വിചാരിച്ചും കണ്ടിട്ട് ചിലപ്പോൾ വണ്ടി മോശമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ എന്തായാലും നമ്മൾ ഈ പ്രൈസ് ചീപ്പ് നോക്കിയെടുക്കുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് വേർത്താണോ, പ്രൈസിൽ നമുക്ക് വേർത്താണോ ആ വണ്ടി എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. എന്നിട്ട് മാത്രമേ ഒരു യൂസ്ഡ് കാർ നിങ്ങൾ എന്താക്കാവൂ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ.